71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച് മലയാള സിനിമ പൂക്കാലത്തിലൂടെ വിജയരാഘവനും ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം മലയാളത്തിന്റെ മോഹൻലാൽ ഏറ്റുവാങ്ങി. ദില്ലി വിഗ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മലയാള സിനിമയ്ക്ക് ഇരട്ടി മധുരമേകുന്നതായിരുന്നു ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. പൂക്കാലത്തിലൂടെ വിജയരാഘവനും ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. Minimal gestures, anchoring the story's core and elevating its narrative. In fact, grappling with buried truths, delivering a performance of rare poignancy and profound vulnerability. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. പൂക്കാലത്തിലൂടെ മികച്ച എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട മിഥുൻ മുരളിയും അവാർഡ് സ്വീകരിച്ചു. 2018 എന്ന ചിത്രത്തിലൂടെ മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ MK രാംദാസ് സംവിധാനം ചെയ്ത നെക്കൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡി മാൻ പ്രത്യേക പരാമർശം നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും പങ്കിട്ടു. 12th ഫെയിലിലെ പ്രകടനത്തിലൂടെയാണ് വിക്രാന്ത് മാസി മികച്ച നടനുള്ള അവാർഡ് നേടിയത്. ജവാനിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള തന്റെ ആദ്യ ദേശീയ പുരസ്കാരം ഷാരൂഖിനെ തേടിയെത്തിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജി ഏറ്റുവാങ്ങി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.